ഒരുപാട് സന്തോഷവും ഒരുപാട് സമാധാനവും കിട്ടിയ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഇന്നത്തെ വർക്ക് കൊട്ടേക്കാട് എന്നുള്ള സ്ഥലത്തായിരുന്നു. അവിടെ ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ വർക്കാണ്. ഓർഗാനിക് കോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സിങ്ങാണ് യൂസ് ചെയ്തത് ഇന്നത്തെ വർക്കിന്. ടീച്ചിങ് ഫീൽഡിലോട്ട് കയറിയതുകൊണ്ട് മെഹന്തി വർക്ക് വളരെ കുറവായിരുന്നു എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം കിട്ടിയ ഒരു വർക്കായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ടെൻഷനൊന്നും ഞാൻ മുഖത്ത് കാണിച്ചില്ല. അങ്ങനെ വീട്ടിലെത്തി ചേച്ചിയെ കണ്ട് സംസാരിച്ചപ്പോൾ നല്ലൊരു സമാധാനം കിട്ടി. കാരണം ആൾ നല്ല വൈബായിരുന്നു, സെറ്റ് വൈബായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ആർട്ടിഫിഷ്യൽ അഭിനയവുമായി കയറി വന്നത്. അങ്ങനെ അവളോട് കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു അതിഥിയും കൂടി വന്നത്. ഞങ്ങൾ കണ്ടപാടെ തന്നെ കമ്പനിയായി. പിന്നെ സംസാരിക്കലായി, ഹായ് പറയലായി. കണ്ടില്ലേ, എനിക്ക് ഹായ് ഒക്കെ തന്നു. പിന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ചേച്ചീൻ്റെ ലവ് സ്റ്റോറീസ് പറഞ്ഞു തന്നു. നല്ല ക്യൂട്ട് സ്റ്റോറി ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതായിരുന്നു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അവസാനം വീടെത്താനാവുമ്പോഴാണ് രണ്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത്. ഒന്ന്, ഞാൻ എൻ്റെ വാച്ച് അവിടെ മറന്നു വെച്ചിട്ട് വന്നു. രണ്ടാമത്, ഞാൻ ഇട്ട കമ്മൽ രണ്ടും രണ്ടായിരുന്നു. ആ യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ചിരിയാണ് നിങ്ങളീ കാണുന്നത്. അയ്യോ, കരയാനും പറ്റൂല, ചിരിക്കാനും പറ്റൂല. വർക്ക് കഴിയുമ്പോഴേക്കും ഏകദേശം സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം വീട്ടിലെത്താനുള്ള ബസ് തേടി പിടിച്ച് പോയി. വർക്ക് കഴിഞ്ഞാൽ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇല്ലാണ്ടായി. എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്.